പറയാൻ പോകുന്നത് ഈ ലോട്ടറിനെ പറ്റിയിട്ടാണ്. ലോട്ടറി ഇപ്പോൾ പ്രൈസൊന്നും കൊടുക്കുന്നില്ല. എടുക്കുന്ന ആൾക്കാരൊക്കെ പൈസ പോവും. അപ്പോൾ കാണുന്നത് ഇപ്പോൾ അങ്ങനെ. അതിൽ മാറ്റം വരുത്തില്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഭയങ്കര പരാജയം സംഭവിക്കും. ഈ ലോട്ടറി മേഖലയുള്ളവരൊന്നും ഇപ്പോഴുള്ള ഗവൺമെൻറ്റിന് വോട്ട് ചെയ്യില്ല. എന്താ വെച്ചാൽ ഒരു പ്രൈസും കൊടുക്കണില്ല. ഒരാൾക്ക് ഇതുപോലെ എപ്പോഴേലും വല്ല ഒരു ലക്ഷങ്ങൾ വന്നിട്ട് എന്താ കാര്യം? എന്നാൽ ആ പൈസ ഒരു 5000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പൈസ ഉണ്ടാവും. അത് ഗവൺമെൻറ് ചെയ്താൽ മതി, അത് ചെയ്യില്ല. ആ ഫസ്റ്റ് പ്രൈസ് ഉള്ളത് സെക്കൻഡ് പ്രൈസൊക്കെ ഉള്ളത് വെറും 5000 ആക്കുക, എന്നിട്ട് എല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കുക ഈ പ്രൈസ് 5000 വെച്ചിട്ട്. അപ്പോൾ ആൾക്കാരത്തൊക്കെ പൈസ ഉണ്ടാവും, നോട്ട് എടുക്കാനും പൈസ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ചെയ്യാതെ മുന്നോട്ട് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണം പോകും. ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഭരണം പോകും, അത് ഉറപ്പാണ്. അത് ഗവൺമെൻറ് ഇപ്പോൾ കണ്ട് അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും, അതുണ്ടാവും. ഈ ലോട്ടറി എടുക്കുന്നവരൊന്നും വോട്ട് ചെയ്യില്ല, ഒക്കെ മാറി അങ്ങനെ വരിക. അപ്പോൾ ഇത് ശ്രദ്ധയിലുണ്ടായിക്കോട്ടെ ഗവൺമെൻറ്റിൻ്റെ ഈ ലോട്ടറിയിൽ പ്രൈസ് ഇല്ലാത്തത്. അപ്പോൾ ഇത് ഏതെങ്കിലും മന്ത്രിമാരാ ആരെയൊക്കെ കാണുകയാണെങ്കിൽ ഇതിനെ പറ്റിയിട്ടൊന്ന് ആലോചിക്കുക. പണ്ട് ഉള്ളായിരുന്ന ലോട്ടറിയിലുള്ള പ്രൈസും ഇപ്പോഴുള്ള പ്രൈസും ഒരു 50 ഉറുപ്പ്യക്ക് ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഒരു അടുത്ത കാലത്തൊന്നും ഇപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെയാണ് ലോട്ടറി പോണത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ വരികയെന്ന് ഒന്നും അറിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ പറയാനുള്ളത്. നമുക്കതിങ്ങനെ കാണുമ്പോഴേ വലിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ എന്താ ചെയ്യുക, ഈ ലോട്ടറിയുടെ കാര്യം പാവങ്ങൾ കണ്ടമാനം ഇതുകൊണ്ട് ജീവിക്കുന്നുണ്ട്. അവരെ കഞ്ഞിയിൽ മണ്ണിടുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പം അത് പ്രൈസ് കൊടുത്തിട്ട് ജനങ്ങൾക്ക് പ്രൈസ് കൊടുത്തിട്ട് ഈ ലോട്ടറിയിൽ പ്രൈസ് കൊടുത്തിട്ട് ജനങ്ങൾക്ക് രക്ഷപ്പെടണം. ഈ ലോട്ടറി ഗവൺമെൻറ്റിന് മാത്രം ഉണ്ടായിട്ടെന്താ കാര്യം? അത് ജനങ്ങൾക്കും കൂടി വേണം. അത് ഗവൺമെൻറ് ആലോചിക്കണം, അല്ലെങ്കിൽ മാറ്റം വരും. എന്താ വെച്ചാൽ കഴിഞ്ഞ ഗവൺമെൻറ് മാറ്റം വന്നത് അങ്ങനെ, എന്നിട്ടാണ് ഇപ്പോൾ ഈ ഗവൺമെൻറ് കയറിയത്. അപ്പോൾ അതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇതൊന്നും മനസ്സിലുണ്ടായിക്കോട്ടെ. ഇത് കാണുന്നിടത്തോളം ഇപ്പം അങ്ങനെയാണ്. പണ്ട് കാലത്തൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ 10 ഉറുപ്പ്യയുടെ ലോട്ടറി, ആ 10 ഉറുപ്പ്യയുടെ ലോട്ടറിക്ക് 2 പ്രൈസ് ഉണ്ടാവും ആഴ്ചയിൽ. അത് എപ്പോഴെടുത്താലും അത് അന്നൊന്നും അധികം ദിവസം ഒന്നും ഇല്ല, ആഴ്ചയിലും മാസത്തിലൊക്കെ ലോട്ടറി ഉള്ളു. പക്ഷെ അന്നൊക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഗവൺമെൻറ് ഈ ലോട്ടറി നിർത്തുക, കേരളം നിർത്തിയിട്ട് പുറത്തെ ലോട്ടറി കൊണ്ടുവരാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ആയാലും പുറത്തെ ലോട്ടറിക്കൊക്കെ അന്ന് നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. അന്ന് കുയിൽ, ഡീറ്, പിന്നെന്താ കുറേ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല, അതിനൊക്കെ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കുന്നത് എന്താ പൂച്ചാണ്. അപ്പോൾ എല്ലാവരും, ഞാനൊക്കെ ഇപ്പോൾ വല്ലപ്പോഴേ എടുക്കുള്ളൂ, ഇപ്പൊന്നും അതൊന്നും എടുക്കാറുള്ളൊന്നുമില്ല. ആദ്യമൊക്കെ എടുത്തായിരുന്നു, ഇതൊക്കെ കുറച്ച്. ഇപ്പോൾ വല്ലപ്പോഴും ഒരു പാവങ്ങളെ കണ്ട പറഞ്ഞെടുക്കും പത്രങ്ങൾ. അല്ലെങ്കിൽ എന്തല്ല, നമ്മൾ പൈസ കയ്യിലിരിക്കണ പൈസ അങ്ങോട്ട് പോവാണ്, ഇങ്ങോട്ട് വരലില്ല. ഒരിക്കലും വരില്ല, ഇന്നലൊക്കെ പോവാണ്. അതാണ്. അപ്പോൾ ആലോചനയിലുണ്ടായിക്കോട്ടെ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരെ അധികമൊന്നുമില്ലല്ലോ. എന്താ വെച്ചാൽ അങ്ങനെയാണ് ഈ ലോട്ടറിയുടെ പോക്ക്. ലോട്ടറിയുടെ പൈസ കൂട്ടിയിട്ടും കാര്യമില്ല, പ്രൈസ് കൊടുക്കണം.
പ്രൈസ് ഉണ്ടായാലേ ലോട്ടറിക്ക് ആൾക്കാർ എടുക്കുള്ളൂ, ലോട്ടറി എടുക്കുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ ലോട്ടറി എടുക്കൽ കുറക്കും. ഈ വിൽക്കുന്ന ആൾക്കാർക്കും കൊണ്ട് നടന്ന് വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ പരാജയമായി. അങ്ങനെയാണ് ഇപ്പം നിലവിൽ പോണത്. അത് അതിനെക്കാട്ടും പ്രശ്നങ്ങളിലേക്ക് വരികയാണ് ഇപ്പോൾ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്കാണ് കഷ്ടകാലം. എന്നുവെച്ചാൽ പൈസ ഉള്ളവർക്ക് പ്രശ്നമില്ല, ഗവൺമെൻറ് ജോലിയും പൈസ ഉള്ളവർക്കൊന്നും വിഷയമല്ല, അവർക്കൊക്കെ എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഈ ടിക്കറ്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എടുത്തു തുടങ്ങണം ഈ ടിക്കറ്റ്. എന്നിട്ട് പ്രൈസ് ഉണ്ടോ എന്ന് നോക്കണം. അതാണ് എനിക്ക് പറയുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അറിയാം ഇതിൻ്റെ രൂപം. അതാണ് എനിക്ക് പറയുള്ളത്. അപ്പോൾ പ്രൈസ് വരുത്തുക ടിക്കറ്റിൽ. അപ്പോൾ ജനങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. നല്ല കഷ്ടകാലമാണ്. കേരളം പുറകോട്ട് പോകും. ലോട്ടറി അല്ലെങ്കിൽ നിർത്തുക. അതാണ് എനിക്ക് പറയാനുള്ളത്. വലിയ കഷ്ടമാണ് ഈ നടന്നു വെക്കുന്ന ആൾക്കാരുടെ കാര്യം. ഇതൊക്കെ ഓരോന്ന് ഇങ്ങനെ ചാനലിലൊക്കെ പറയുമ്പോൾ വലിയ വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ പിന്നെ എന്താ ചെയ്യുക? ഇത് ഭരിക്കുന്ന ആൾക്കാരും മന്ത്രിമാരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, ശരി. ഇത് കാണുന്നവർ ഇതിനെപ്പറ്റി ചിന്തിക്കുക. സാധാരണക്കാർ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടവർ ചിന്തിക്കണം. ഇതിന് പ്രൈസ് കൊടുത്തിട്ടും ഒക്കെ. ഓക്കെ, അടുത്താണ്.